പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക കാലാവസ്ഥാ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കാലാവസ്ഥയുടെ കൂട്ടുകാർ. പച്ച പിടിച്ച മലനിരകളുടെ താഴ്വരയിൽ പച്ചോലം കാട്ട് എന്ന മനോഹരമായ ഒരു പ്രദേശമുണ്ടായിരുന്നു. അവിടെ നിരവധി മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവർക്ക് ആവശ്യമുള്ള ആഹാരവും ജലവും സുഖകരമായ കാലാവസ്ഥയും ആ കാട്ടിലുണ്ടായിരുന്നു. അവർ ആ കാടിനെ അമ്മയെപ്പോലെ സ്നേഹിച്ചു. പക്ഷെ എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നാണ്. അപ്രതീക്ഷിതമായി മഴക്കാലത്ത് കൊടും ചൂടിൽ കാട് കരിഞ്ഞുണങ്ങി. ഒരു തുള്ളി മഴ പെയ്യാതെ മൃഗങ്ങൾ വിഷമത്തിലായി. അവർ ഉഷ്ണം കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞു. അടുത്ത വർഷം അവർ കൊടും വേനൽ പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകളോടെ ഇരുന്നപ്പോൾ അതിശക്തമായ മഴ കാടിനെ മൂടി. മലയിൽ നിന്ന് കുത്തിയൊഴുകി വന്ന ജലത്തിൽ സസ്യങ്ങളും വൻമരങ്ങളും വരെ കടപുഴകി. മൃഗങ്ങളാകെ വലഞ്ഞു. ഈ വർഷം എന്താണോ സ്ഥിതി? കൊടും വരൾച്ചയാണോ അതോ പേമാരിയോ? മൃഗങ്ങൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാടിനെ ഭീതിയിലാക്കിക്കൊണ്ട് അതിശക്തമായ കാറ്റുവീശി. മണ്ണും പൊടിപടലവും കരടുകളും കാറ്റിൽ ചുറ്റിക്കറങ്ങി സാധു മൃഗങ്ങളുടെ കണ്ണിലും മൂക്കിലും നിറഞ്ഞു. സ്നേഹപൂർവ്വം അവർ നട്ടുവളർത്തിയ ചെടികൾ, കൃഷികൾ കടപുഴകി. കണ്ണീരോടെ അവർ പറഞ്ഞു, എന്താണ് നമ്മുടെ കാടിന് പറ്റിയത്? മാറി മാറി വരുന്ന കാലാവസ്ഥ അപ്രതീക്ഷിതമായി നമ്മെ വേട്ടയാടുന്നു. മൃഗങ്ങളുടെ സങ്കടം കണ്ട് കാട്ടിലെ തലമുതിർന്ന ആനയപ്പൂപ്പൻ പറഞ്ഞു, മനുഷ്യരുടെ ചില പ്രവൃത്തികൾ മൂലം ലോകം കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയിലാണ്. ഏത് സമയവും ഏത് കാലാവസ്ഥയും മാറി മാറി വരാം. ഒന്നിനും ഒരു സ്ഥിരതയില്ല. കാലാവസ്ഥാ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് ആധുനിക ഉപകരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തു ചെയ്യും? കരടി മാമൻ ചോദിച്ചു. നമ്മളിൽ ചിലർക്ക് കാലാവസ്ഥയെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും. അവരെ നമുക്ക് സഹായത്തിനായി കൂട്ടണം. അങ്ങനെ കാലാവസ്ഥയുടെ കൂട്ടുകാർ എന്നൊരു സംഘം രൂപപ്പെട്ടു. അണ്ണാന്മാർ മഴ വരുന്നതിന് മുമ്പ് ഭക്ഷണം വേഗത്തിൽ ശേഖരിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ മഴ വരുന്നു എന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കിട്ടി. തവളകൾ കൂടുതൽ ശബ്ദത്തോടെ കരയാൻ തുടങ്ങിയപ്പോഴും മഴക്കാലം അടുത്തതായി അവർ മനസ്സിലാക്കി. പക്ഷികൾ ആകാശത്ത് ഉയരത്തിൽ പറക്കുമ്പോൾ നല്ല കാലാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് മൃഗങ്ങൾ സന്തോഷിച്ചു. പക്ഷേ ചില പക്ഷികൾ ഭീതിയോടെ താഴോട്ട് പറക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ കാറ്റും മഴയും വരാനിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മേഞ്ഞു നടക്കുന്ന പശുക്കൾ പെട്ടെന്ന് കൂട്ടം കൂടുന്നത് കണ്ടാൽ മഴ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ അവർ പഠിച്ചു. പാമ്പുകൾ ചൂട് കൂടുമ്പോൾ തണലിലേക്ക് പോകും. അതുകണ്ട് മറ്റുള്ളവർ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറായി. കുറുക്കന്മാരുടെ കൂവലുകളും പക്ഷികളുടെ കൂടണയുന്ന വേഗതയും മീനുകൾ വെള്ളത്തിൽ ഒളിക്കുന്നതും കാലാവസ്ഥയുടെ മാറ്റങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുതിർന്ന മൃഗങ്ങളും പക്ഷികളും പെട്ടെന്ന് തന്നെ കാലാവസ്ഥാ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പുതിയ തലമുറയ്ക്ക് അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. മുൻകൂട്ടി കാലാവസ്ഥ മനസ്സിലാക്കി കാറ്റ്, മഴ, കൊടുങ്കാറ്റ് എന്നിവയ്ക്കായി തയ്യാറായി. ഒരു ദിവസം പരുന്തുകളും തവളകളും കുറുക്കന്മാരും ഒരുമിച്ച് ശബ്ദമുണ്ടാക്കി. കൂട്ടുകാരെ വിളിച്ചുകൂട്ടി. കൂട്ടരെ, ശക്തമായ കാറ്റ് വരാൻ പോകുന്നു. ഏവരും സുരക്ഷിതരാവുക. ഒട്ടും സമയം കളയാതെ മൃഗങ്ങളും പക്ഷികളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. കൊടുങ്കാറ്റ് വന്നെങ്കിലും ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. മൃഗങ്ങൾ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് നേടിയത് മൂലം വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. കാലാവസ്ഥയെ തിരിച്ചറിയാനുള്ളത് ഏറ്റവും നല്ല സന്തോഷകരമായ കാര്യമാണെന്ന് അവർ പരസ്പരം പറഞ്ഞു.